സൂക്ഷ്മദർശിനി ഡയറക്റ്റഡ് ബൈ MC. 2024 ഏറ്റവും മികച്ച മലയാള സിനിമയുടെ ലിസ്റ്റിലേക്ക് ഒരു കിടിലൻ പടം കൂടി വന്നിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി പോലെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു കിടിലൻ മിസ്റ്ററി ക്രൈം ത്രില്ലറാണ് ഈ പടം. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാൾക്കാരാണ് ഈ പടത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്, അതുലും ലിബിനും. വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ഏറ്റവും മികച്ച കാസ്റ്റിംഗ് ആണ്. എല്ലാ ആക്ടേഴ്സും പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. നസ്രിയ, ബേസിൽ, ദീപക് പറമ്പോലെ, സിദ്ധാർത്ഥ് ഭരതൻ, കോട്ടയം രമേശ്, അതുപോലെ തന്നെ അഖില, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ആള് നസ്രിയ തന്നെയാണ്. ഒരു കിടിലൻ റോളായിരുന്നു, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പ്രിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീട്ടമ്മ, ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന, പക്ഷെ വല്ലാണ്ട് ടോക്സിക് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന അത്യാവശ്യം ഒരു ഡിറ്റക്റ്റീവ് മൈൻഡൊക്കെ ഉള്ള ഒരു ലേഡിയാണ് ഇവര്. ദീപക്കാണ് ഇവരുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആ രണ്ട് കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കിടിലൻ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അങ്ങോട്ടേക്കാണ്, ആ ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മുടെ ബേസിലിന്റെ ക്യാരക്ടർ വരുന്നത്. മാനുവൽ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ മാനുവലിനെ കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ഫഹദിന്റെ ഷമ്മി ചേട്ടനൊക്കെ നമുക്ക് ഓർമ്മ വരും. ഫഹദ് ചെയ്തിരുന്നെങ്കിൽ അത് ഒന്നുകൂടി അടിപൊളിയാകുമായിരുന്നു എന്ന് എനിക്ക് ആദ്യം തോന്നി. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ബേസിൽ തന്നെയാണ് ഇതിന് ഏറ്റവും പെർഫെക്റ്റ്. അതായത് തമാശയ്ക്ക് തമാശയുണ്ട്, എന്നാൽ ഇവന്റെ കയ്യിൽ അത്യാവശ്യം നല്ല വില്ലത്തരങ്ങളുണ്ട്. ഒരു കുറുക്കനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. വളരെ രസകരമായിരുന്നു അത്. പിന്നെ അവരുടെ സൊസൈറ്റിയിൽ, അതായത് ഒരു ഹൗസിംഗ് കോളനി പോലെയാണ്, അതിൽ ഓരോ വീട്ടിലും താമസിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിലെ മെയിൻ ലീഡിലേക്ക് വരുന്നത്. ആ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ബേസിലിന്റെ അമ്മയായിട്ട് അഭിനയിച്ചൊരു ലേഡി, അവരുടെ പേരറിയില്ല, കിടിലനായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. പിന്നെ രണ്ടാൾക്കാരെ പറയാനുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ ഭരതനും അതുപോലെ തന്നെ കോട്ടയം രമേശും. ഈ ക്യാരക്ടേഴ്സ് വെച്ചാൽ ഇവർ കൊടും വില്ലന്മാരാണ്, പക്ഷെ തമാശ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിച്ച് നമ്മൾ സൈഡായി പോകും. നമ്മള് ഈ ഹോളിവുഡിലൊരു പടമുണ്ട്, ബേബി ഡേ ഔട്ട്. അതിൽ കുട്ടിയെ പിടിക്കാൻ വേണ്ടി വരുന്ന രണ്ട് മൂന്ന് വില്ലന്മാരില്ലേ, ഏകദേശം അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്. സിദ്ധാർത്ഥ ഭരതന്റെ തമാശ എന്നെല്ലാം പറഞ്ഞാലില്ലേ, അതായത് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞില്ല, വളരെ സീരിയസ് ആയിട്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ, ഇയാളുടെ മാനേഴ്സുകളൊക്കെ നമ്മൾ ചിരിച്ച് സൈഡായി പോകും. കോട്ടയം രമേശിന്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ കേട്ടോ. ഇയാൾ വളരെ സീരിയസ് ആണ് ആള്. ഒരു ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്, പക്ഷെ അത് സംഭവിക്കുന്ന സമയത്ത് ഇവരുടെ ചില റിയാക്ഷൻസ്, ഇവരുടെ ബിഹേവിയർ ഒക്കെ വല്ലാണ്ട് നമ്മളെ ചിരിപ്പിക്കും. അതുപോലെ തന്നെ ബേസിലിന്റെ ക്യാരക്ടർ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു, പക്ഷെ വളരെ ഈസി ആയിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെസ്രിയുടെ ക്യാരക്ടർ വളരെ രസകരമാണ്. ഒരു ഫീമെയിൽ ലീഡ് മൂവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഈ ഹീറോസിനും മാത്രമേ വില്ലന്മാരെ പിടിക്കാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ വില്ലന്മാരെ അടിച്ചൊതുക്കാൻ വേണ്ടി പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, അതായത് ഫീമെയിൽ ലീഡിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് സ്ത്രീപക്ഷ സിനിമ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വളരെ നോർമലായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, പക്ഷെ അത് വളരെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പടം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലറാണ്. പക്ഷെ അതിന്റെ മിസ്റ്ററി ഉടനീളം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് അവസാനം വരെ ആ ഒരു മിസ്റ്ററി അതേപോലെ നിലനിർത്താനായിട്ട് സ്ക്രിപ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഫീൽ ഗുഡ് മൂവി പോലെ നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ത്രില്ലറാണ്. പക്ഷെ ഫീൽ ഗുഡ് മൂവി എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ സസ്പെൻസും കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യമേ ഒന്നും ഒരു വിട്ടു തരില്ല. അതായത് സസ്പെൻസ് അതേപോലെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്നാൽ നല്ല ഫീൽ ഗുഡ് ആണ്. നമുക്ക് ടെൻഷൻ ഇല്ലാതെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ത്രില്ലറാണ്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഈ പടത്തിന്റെ മ്യൂസിക് കൊണ്ടും ഈ പടത്തിന്റെ ക്യാമറ വർക്ക് കൊണ്ടും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടും നമ്മളെ ത്രില്ലടിപ്പിക്കാനും സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ആണ്, ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്. അതായത് സ്റ്റാർട്ടിങ്ങിൽ വളരെ കൂളായിട്ട് കൊണ്ടതിന് ശേഷം അവസാനത്തോട് അടുക്കുന്ന സമയത്ത് വല്ലാണ്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഒന്ന് തുറക്കണം എന്നല്ല നമ്മളെ കൂടെ പറയിപ്പിക്കുന്ന രീതിയിലാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാമറ വർക്ക്, ശരണാണ് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് അടിപൊളിയാണ് കേട്ടോ. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പടത്തിന്റെ കഥയ്ക്ക് യോജിക്കുന്ന രീതിയിൽ തന്നെ ഇതിന്റെ കളർ ടോണും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഷോർട്സും അതുപോലെ തന്നെ ആയിരുന്നു. അനാവശ്യമായിട്ടുള്ള ഷോട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതിൽ നെസ്രയുടെ ഒരു ടീമുണ്ട്, ഒരു 2-3 ചെറുപ്പക്കാരികളുടെ ഒരു കൂട്ടമുണ്ട്. അവര് ഈ ബേസിലിന്റെ വീട്ടിൽ പോകുന്നൊരു സീനുണ്ട് കേട്ടോ. അതൊക്കെ കിണ്ണം കാച്ചിയ സീനായിരുന്നു. അടിപൊളി സംഭവമായിരുന്നു. അതായത് മലയാളത്തിൽ ഇങ്ങനെ ഇതുവരെ അത്തരത്തിലുള്ള ചില സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഈ അടുത്ത കാലത്തൊന്നും ഒട്ടും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസ് ആയിരുന്നു. വേണമെങ്കിൽ ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ചില CCTV അമ്മായിമാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവരെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ മറ്റേ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലില്ലേ, പല കാര്യങ്ങളും
എന്താണ് പല ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടാകാം, അങ്ങനെ നോക്കുവാണെങ്കിൽ കാണാം. പക്ഷെ വല്ലാണ്ട് ആൾക്കാർ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതും ഒരു മോശം കാര്യമാണ്. അങ്ങനെ നെഗറ്റീവ് കൂടി സിനിമയ്ക്കുണ്ട്, കണ്ടു നോക്കുക. പക്ഷെ വളരെ രസകരമായിട്ടൊരു പടമാണ്, നമ്മളെ നല്ലോണം എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്, നല്ലോണം രസിപ്പിക്കുന്നുണ്ട്. ബേസിലിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് വല്ലാണ്ട് മാന്യനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷെ വല്ലാണ്ട് മാന്യന്മാരാകുന്ന എല്ലാ ആൾക്കാരുടെ ഉള്ളിലും എപ്പോഴും ഇതുപോലെ ഒരു ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ചില കോണസ്റ്റ് പിടിച്ച സാധനങ്ങളൊക്കെ എപ്പോഴും ഉള്ളിലുണ്ടാവും. വളരെ നൈസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പടത്തിന്റെ ടീസറൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ബേസിലിന്റെ പേരായിട്ടാണ് നസ്രിയ വരുന്നതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. ഒരു നൈസ് ആയിട്ടുള്ളൊരു പടം. എടുത്തു പറയേണ്ട രണ്ടാൾക്കാർ നമ്മുടെ സിദ്ധാർത്ഥും അതുപോലെ തന്നെ കോട്ടയം രമേഷും. ഈ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തോന്നില്ല ഇവരുടെ കയ്യിലിരിപ്പ് ഇത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളെ നന്നായി ചിരിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ബേസിലിന്റെ ഫാമിലി ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ ഒരു അമ്മയുടെ ക്യാരക്ടർ, ബേസിലിന്റെ അമ്മച്ചിയായിട്ടുള്ള ക്യാരക്ടർ, അവര് കിടിലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ആദ്യം നമുക്ക് വല്ലാണ്ട് സെന്റിമെന്റ്സ്, വല്ലാണ്ട് വിഷമം തോന്നിപ്പോകും. പക്ഷെ പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റു പലതൊക്കെ തോന്നും. കണ്ടു നോക്കുക, വളരെ രസകരമായിട്ടൊരു പടം. ഈ പടം ഒരിക്കലും മിസ്സാക്കരുത്, കാരണം ഇതിന്റെ സ്പോയിലർ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിത് പറഞ്ഞു പോകും, എന്തായാലും ഇതിന്റെ ഒരു ത്രില്ലുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോകും. അപ്പോൾ ആ ത്രില്ല് നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും മുമ്പ് ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. എന്റർടൈൻ ചെയ്ത് അടിച്ചു പൊളിച്ച് കാണാൻ വേണ്ടി പറ്റിയ ഒരു രസകരമായിട്ടുള്ള ത്രില്ലറായിരുന്നു. നമുക്ക് ഒരുപാട് നാൾ റിപ്പീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയ, അല്ലെങ്കിൽ അത്രയും റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ളൊരു പടമാണ് സൂക്ഷ്മദർശിനി. നൈസ് വർക്ക്.